അങ്ങനെ രാവിലെ രാവിലത്തെ പരിപാടി തുടങ്ങി കേട്ടോ. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ. ആശുപത്രി ഡെലിവറി കഴിഞ്ഞ് റൂമിലാക്കിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ ചായ കടി ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള വരുത്താണ്. ടിപ്പിയും ഫ്ലാസ്കും ഇതൊക്കെ ആയിട്ട് ഇത് പ്രത്യേക രസമാട്ടോ. രാവിലെ തന്നെ മഴയേനു. അപ്പം മഴയത്ത് കുടയിലെടുത്ത് ഏലും പാലും ഇല്ലാണ്ട് പോയത്. ഞാൻ വെച്ച് പെരുമഴയാണെങ്കിൽ തിരിച്ച് വരുത്ത് കുറച്ച് പണിയായിരിക്കും. ഇത് ഭാഗത്തിന് മഴ തീർന്നു. ഞാൻ അവരിക്കുള്ള ഫുഡെല്ലാം വാങ്ങി റൂമിലെത്തിയതാണ്. ഇപ്പോൾ ഒന്ന് കുളിപ്പിച്ചല്ല, വൈപ്പർ മറ്റേ വൈപ്സ് അന്നൊന്ന് കുട്ടികളെ വൈപ്സില്ലേ അത് വെച്ചിട്ട് ഒന്ന് പാലെല്ലാം കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ തുടച്ച് ഒന്ന് വേറെ കുപ്പായം ഇട്ട് കൊടുത്ത് അപ്പം അതിന് ശേഷമുള്ള കാഴ്ചലാണ് ഇത് കേൾക്കുന്നത്. ഇത്രയും ഞാനെടുത്തിട്ട് നടന്നേരം കരച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ കുടിച്ചിന് ഇങ്ങോട്ടേക്ക് വന്നേരാണ് കരച്ചിൽ വന്നത്. ഞാനെടുക്കുമ്പോൾ കരച്ചിൽ നിൽക്കലുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ കൊട്ടി കൊടുക്കണം, അടിയിൽ പോകണം. ചിലപ്പോൾ എപ്പോഴും വേറെ പോകണമെന്നില്ല, എന്നാലും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കൊട്ടി കൊടുക്കണം. ആരാ വിളിക്കുന്നത്? അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് 22, 23, 24, 24ാമത്തെ ദിവസം. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം രാവിലെ കേട്ടോ ഇത്. അതായത് കഴിഞ്ഞ ദിവസത്തെ ഒരു ഗ്ലോ പോലെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു, വെറുതെ പോകുന്നതും പുറത്ത് പോകുന്നതും വരുന്നതെല്ലാം. പക്ഷേ രാവിലെ എടുത്ത് വന്ന് അതിന് ശേഷം നമുക്ക് മൊബൈൽ എടുത്തിട്ട് ഒന്നും ചെയ്യാനൊന്നും ആയില്ല. കാരണം അതിൻ്റെ തലേദിവസത്തെ ഉറക്കക്ഷണമുണ്ടായിരുന്നു നല്ല. അതുകൊണ്ട് പകല് പരമാവധി കിടന്നിട്ട് ഉറങ്ങാൻ ശ്രമിച്ച്, പക്ഷെ ഞങ്ങൾ ഉറങ്ങാനൊന്നും ആയിട്ടില്ല. അങ്ങനെ 4ാമത്തെ ദിവസം നമ്മുടെ പുതിയ ആൾ വന്നിട്ട് ഇന്ന് 4ാമത്തെ ദിവസമായി. അപ്പോൾ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. പിന്നെ ചെറിയ ചെറിയ എന്താണ് തണുപ്പിൻ്റെയും ഇങ്ങനത്തെ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചെറിയ തലവേദന കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം സ്വാഭാവികമായിട്ട് ഈ സമയത്ത് വരുന്ന പ്രശ്നങ്ങളല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം നിലവിൽ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ആള് നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് അകത്ത്. ഇപ്പോൾ രാത്രിക്കെല്ലാം ഉള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ പ്രത്യേകിച്ചിട്ട് ആരോട് പറയണ്ടല്ലോ, എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. 4ാമത്തെ ദിവസത്തിൽ ആദ്യത്തെ 2 ദിവസത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കം തീരെ ഉണ്ടായില്ല. ആർക്കും ഉണ്ടായില്ല, കുട്ടിക്കും ഉണ്ടായില്ല, അമ്മക്കും ഉണ്ടായില്ല, അപ്പോൾ പിന്നെ എനക്കും ഉണ്ടായില്ല. എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ഇരിക്കലായിരുന്നു രാത്രി മൊത്തം. പിന്നെ അതിന് ശേഷമാണ് ചെറിയൊരു രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത്. മര്യാദയ്ക്ക് പാലെല്ലാം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ ഉറക്കവും കാര്യങ്ങളെല്ലാം ശരിയായി വന്ന്. അപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നമില്ല, നല്ല ഉറക്കമുണ്ട്, കാര്യമുണ്ട്. ഇപ്പം രാവിലെ തന്നെ ഞാൻ ആളെയും കൂട്ടി വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി രാവിലെ തന്നെ താഴെ പോയി. അങ്ങനെയെല്ലാം ഇപ്പോൾ വന്ന് ഞാൻ ആദ്യം കിടത്തിയിട്ടുണ്ട്. നല്ല ഉറക്കമാണ്, ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഡാഡ് മോഡ് ഓൺ ആയി. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 4 days. ഇനിയിപ്പം പോയിട്ട് ഇവർക്ക് ചായയും അങ്ങനത്തെ ഇതെല്ലാം വാങ്ങിയിട്ട് കൊണ്ടുവന്നു. ഓക്ക് ഇന്നലെ തൊട്ടിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തൊട്ടിട്ട് ചോറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി
എല്ലാവർക്കും ചായയും എല്ലാം വാങ്ങാൻ വേണ്ടി ടിപ്പിയും ഫ്ലാസ്കൊക്കെ തൂക്കി പിടിച്ചിട്ടൊരു പോക്ക് പോകണം ഇപ്പോൾ താഴോട്ടേക്ക്. ഞാനിപ്പോൾ ഉള്ളത് ഫ്ലോറ് കുറച്ച് മുകളിലാട്ടോ. ഇനിയിപ്പോൾ ഇങ്ങ് താഴെ അങ്ങ് എത്തണം. ആഹാ, ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണല്ലോ അല്ലേ. ആടെ ഒരു ഹോട്ടലുണ്ട്, പിന്നെ അങ്ങ് പുറത്തൊരു ഹോട്ടലുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഈ ചായയെല്ലാം വാങ്ങിയിട്ട് വരണം. ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇനി പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് വ്ളോഗ് മൊത്തം എടുക്കാനായില്ല. ഞാൻ രാവിലെ ഒന്ന് തുടങ്ങി ഞാൻ ചായ മേടിക്കാൻ പോകുന്ന സമയത്ത് ഇന്ന് തുടങ്ങാൻ ഇന്നത്തെ കാര്യങ്ങളൊന്നും പറയാമെന്ന് വിചാരിച്ചിട്ട് ഒരു വ്ളോഗ് തുടങ്ങാൻ നോക്കി. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ നല്ലുള്ള ഉറക്കത്തിൻ്റെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പിടിക്കാനാകുന്നില്ല, ഞാൻ കണ്ണാർന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇന്ന് രാവിലെ എണീച്ചിട്ട് കുളിച്ച് ഫ്രഷായി നോക്കുമ്പോൾ നല്ല ഉഷാറായിട്ടാണ്. നല്ല ഉഷാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഏട്ടൻ വന്നിട്ട് പിന്നെ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം, അതായത് 3-ാമത്തെ ദിവസം ഇന്നലെ വീട്ടിൽ അവിടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നിങ്ങൾക്കറിയാം നമ്മുടെ ബ്രാൻഡ് സൈറോസ. അപ്പോൾ സൈറോസയുമായി ബന്ധപ്പെട്ട് ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ചില ഷൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഓണത്തിന് പുതിയ ലോഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട്, പുതിയ കുറച്ച് ഐറ്റംസ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇന്നലെ രാവിലെ തൊട്ട് കയറുന്ന അതിൻ്റെ മുകളിൽ തന്നെയാണ്. അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളല്ലായിരുന്നു. പക്ഷേങ്കിൽ രാവിലെ തൊട്ട് മഴയും അതെല്ലാം പ്രശ്നങ്ങളായതുകൊണ്ട് എല്ലാം കൂടി ആകെ തകിടം മറിഞ്ഞിന്. പക്ഷെ എന്നാലും എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഇവിടുന്ന് എങ്ങോട്ട് നീങ്ങാനായിട്ടില്ല. ഞങ്ങൾ താഴോട്ട് പോക്ക് അങ്ങനെ ഇടക്കിടക്ക് എത്തും, അങ്ങനെയല്ലായിരുന്നു പരിപാടികൾ. പിന്നെ ഇവിടുന്ന് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നഴ്സുമാർ കേട്ടോ, രാത്രി ഫുൾ ടൈം ഇവിടെ വന്നിട്ട് അതായത് പാല് കൊടുക്കുന്നതിൽ കുറച്ചൊരു പ്രശ്നം. കാരണം നമ്മൾ ന്യൂ ഡാഡ് ആൻഡ് മമ്മി ആയതുകൊണ്ട് അതിനെപ്പറ്റി വലിയ ഒരു ഇതില്ലല്ലോ, എങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പോൾ അവർ തന്നെ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. രാത്രിക്കായാലും പകലായാലും ഫുൾ ടൈം അവരുടെ ഒരു ഇതിവിടെ ഉണ്ട് കേട്ടോ. നഴ്സുമാർ ഫുൾ ആക്റ്റീവായി നമ്മളൊന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ കൂടി വന്നിട്ട് പോയിട്ടേ ഉള്ളൂ. രാവിലെ പാല് കൊടുക്കുമ്പോഴായാലും നമ്മൾ എന്താണ് പൊടിപ്പാൽ എല്ലാം കലക്കിയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളതും അവർ തന്നെയാണ് വന്നിട്ട് പരമാവധി എല്ലാം കൊടുക്കാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ എന്താ നഴ്സുമാരുടെ നല്ലൊരു ഇതാണ് കേട്ടോ ഇവിടെ. എന്താ പറയുക, അവർ കുറച്ചുകൂടി ഒരു ധൈര്യമാണ് ഇവിടെ. ഇപ്പം വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂളായിട്ട് പോകുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എച്ചൂട്ടൻ വരും, മണിയിലാട്ടം വരും, വെള്ളം വരും. അപ്പൊക്കെ പിന്നെ ഇവിടെ അടിയായി പിടിയായി ബഹളായി ഒച്ചപ്പാടായി പിന്നെ ഒരു സെക്കൻഡ് ഇവിടെ സൗണ്ട് പറഞ്ഞിട്ടുള്ളൊരു സമയം ഉണ്ടാവില്ല. ഇപ്പം മൊത്തത്തിൽ സൈലൻ്റ് ഇന്നലെ തൊട്ടിട്ട്. ഞാൻ അടുത്ത ദിവസത്തെ ചായയും കടിയൊക്കെ ആയി നല്ല വാങ്ങിയിട്ട് ഞാൻ റൂമിലേക്ക് പോകാൻ കേട്ടോ. ഇതെന്നെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. രാവിലെ വീട്ടിൽ ചായ വാങ്ങുന്നു പോകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. ടെസ്റ്റെല്ലാം ചെയ്യാനുള്ളത് കൊണ്ട് പോയിട്ടെല്ലാം വന്നു കേട്ടോ. അങ്ങനെ ഗ്യാപ്പിന് പോയിട്ട് കുറച്ച് ജ്യൂസും കഞ്ഞെല്ലാം വാങ്ങിയിട്ട് വന്നു. ചേട്ടാ ഓ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലെ ലാസ്റ്റ് ദിവസമാണ്. നമ്മുടെ 4-5 ദിവസമായില്ല ഡെലിവറി കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസമായിട്ട് അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആവുന്ന പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഡിസ്ചാർജ് ആണ്. എല്ലാവരും വന്നിട്ടുണ്ട്. സംഗീതേട്ടനെ ഞാൻ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. ഉച്ചയായി 1 മണിയായി ഏകദേശം. വേറെ ഫുഡ് വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇയാൾക്ക് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നേരം ഓർമ്മ വന്ന് ഇയാൾ പണ്ട് ജനിച്ച സ്ഥലമായിരുന്നു എന്നുള്ള ഓർമ്മ വന്നിട്ടുള്ള കളിയാട്ടെ. ചൂട്ടിന് ഓർമ്മ വന്നാ ഏതാ സ്ഥലമെന്നേ? നാല് ദിവസത്തെ ഹോസ്പിറ്റൽ ജീവിതത്തിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങലാണ്. നമ്മളെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. നമ്മൾ പാക്ക് ചെയ്ത് എല്ലാ പാക്കിങ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇതാര് എല്ലാവരും റെഡിയായി. നമ്മളിനി വീട്ടിലേക്ക് പോകാം. നടന്നോ പിന്നെ കംഫർട്ടിലാണ്ട് ഇരിക്കണ്ടോ കാർ പോയതേ
നമ്മുടെ ചുങ്കുട് ദിവസത്തിൻ്റെ ഫസ്റ്റ് കാർ യാത്രയാണ് ഇന്നിവിടെ അല്ലേ? ഇഞ്ചി അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് ടാറ്റ വരാനായിട്ട് ഓടി വന്ന് അൻവി ടാറ്റ. എന്നാ പോയിട്ട് വരാം. സാർ നീ വരുന്നില്ലേ? കാർന്നൂര് വരണ്ടേ? എന്നാ നല്ല വിട്ട മുമ്പില് എന്നാ വാതിലോ വാതിലല്ല ഡോർ. മുമ്പിലോട്ടോ, ഞാൻ മുമ്പിലാണ് നിർത്തിയാ ഞാൻ പറയാം, വിളിക്കില്ല.